പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പൂച്ച മാന്തിയെത്തിയ രോഗിക്ക് ചികിത്സ നൽകാതെ മെഡിക്കൽ കോളേജിലേക്ക് അയച്ചതിനെ ചോദ്യം ചെയ്ത HMC മെമ്പറെ ആശുപത്രി ജീവനക്കാർ കയ്യേറ്റം ചെയ്തുവെന്ന് പരാതി. ചികിത്സ നിഷേധിക്കപ്പെട്ട രോഗിയും HMC അംഗവും മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകി. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ വന്ദന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന് ശേഷം ആരോഗ്യമേഖലയിൽ നിലവിൽ വന്ന പ്രൊട്ടക്ഷൻ ആക്ട് പുനലൂർ താലൂക്ക് ആശുപത്രി ജീവനക്കാർ ദുരുപയോഗിക്കുന്നു എന്നാണ് പരാതി. ചികിത്സാ നിഷേധമടക്കം ചോദ്യം ചെയ്താൽ ഈ വകുപ്പ് ചേർത്ത് കേസിൽപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. ആശുപത്രി HMC അംഗം രാജേഷ് ചാലിയക്കരയാണ് മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകിയത്. ഈ ആശുപത്രിയിലെ എല്ലാ ജീവനക്കാരും അല്ല, ചില ജീവനക്കാർ ഈ ആശുപത്രിയെ തകർക്കുന്ന രീതിയിലാണ് ഇപ്പോൾ അവിടെ പ്രവർത്തിച്ചു പോരുന്നത്. കഴിഞ്ഞ ദിവസം HMC മെമ്പർ എന്ന നിലയിൽ എനിക്കുണ്ടായ ഒരു ദുരനുഭവം, ഒരു കാഷ്വാലിറ്റിയിൽ ഒരു പേഷ്യന്റിന്റെ ഒരു ആവശ്യമായി ഞാൻ ആശുപത്രിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എൻ്റെ ഒപ്പം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ ഉണ്ടായിരുന്നിട്ട് പോലും ആശുപത്രിയിലെ ഡോക്ടറുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ അവിടുത്തെ നേഴ്സുമാർ, ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നേഴ്സുമാർ ഉൾപ്പെടെ ഈ പ്രൊട്ടക്ഷൻ ആക്ട് നിലനിൽക്കുന്ന ആ ഒരു സാഹചര്യം മുതലെടുത്തുകൊണ്ട് ആളുകളെ പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് അവരെ കൊണ്ട് അകാരണമായി കേസിൽ പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു വളരെ മോശമായ രീതിയിലുള്ള ഒരു പെരുമാറ്റം, അത്തരത്തിൽ ഒരു അനുഭവം എനിക്ക് കഴിഞ്ഞ ദിവസം നേരിടേണ്ടി വന്നു. പൂച്ച മാന്തിയതിനെ തുടർന്ന് കറവൂർ സ്വദേശി ബിന്ദുജ 2 ദിവസം മുമ്പാണ് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. പൂച്ചയുടെ ചെറിയ നഖക്ഷതങ്ങൾ മാത്രമാണ് ശരീരത്തിലുണ്ടായിരുന്നത്. എന്നാൽ ചികിത്സ നൽകാതെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് അയച്ചെന്നും ബിന്ദുജ പരാതിപ്പെട്ടു. അന്നത്തെ ദിവസം അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറിനെ നോക്കി പരിശോധിച്ചതിന് ശേഷം ആൻറ്റി റാബിക്സിൻ്റെ ഫസ്റ്റ് ടെസ്റ്റ് ഡോസ് എടുക്കാനായിട്ട് പറഞ്ഞു. അരമണിക്കൂർ ടെസ്റ്റ് ഡോസിന് ശേഷം വീണ്ടും ഡോക്ടറിനെ സമീപിച്ചപ്പോൾ ഡോക്ടർ അപ്പോഴേ എനിക്ക് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യാനുണ്ടായത്. നിലവിലെ സാഹചര്യത്തിൽ എനിക്കൊരു കുഞ്ഞുണ്ട്, കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്നുണ്ട്. അന്നത്തെ രാത്രിയിൽ നമുക്ക് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് എത്താൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് നമ്മൾ അടുത്ത ദിവസത്തേന് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ഞാനും ഹസ്ബൻഡുമായി ലീവ് എടുത്തിട്ടാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്നത്. ബിന്ദുജയും ഡോക്ടർക്കെതിരെ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും DMOയ്ക്കും പരാതി നൽകി. ന്യൂസ് 18 പുനലൂർ.